വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ആദ്യം തന്നെ രാജീവ് നായരെ ലഭിക്കുമോ എന്ന് നോക്കിയത് വളരെ മുതൽക്കൂട്ടാവുന്ന ഒരു സെക്ഷനായിരിക്കും രാജീവ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സ്കൂളുകളിലൊക്കെ ഒരു പിരീഡ് കഴിഞ്ഞ് അടുത്ത പിരീഡിൽ ടീച്ചർമാർ വരുമ്പോ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തും. അതുപോലെ ഇതൊരു ക്യാമ്പിന്റെ സ്വഭാവമായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ദീർഘദൂരം യാത്രയൊക്കെ ചെയ്ത് വന്നവരായതുകൊണ്ട് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഹായ് പറഞ്ഞ് ഒരു വെൽക്കം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് കൈയടിച്ച് വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തെ നിങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാജുഷ്, പ്രിയ സുഹൃത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ KJ ജോസഫ്, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഫ്ലോർസൺ, ശ്രീ മിനി മാത്യൂസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ചെറിയൊരു പ്രശ്നം, എൻ്റെ തൊണ്ടയ്ക്കുണ്ട്. 2-3 ദിവസമായിട്ട് ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് വോയിസ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞതാണ്. മാജുഷ് അത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വരാതിരിക്കാനും കഴിയില്ല. പിന്നെ അടുത്ത് സോഷ്യൽ മീഡിയ കൂടി എടുക്കാവോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവിടെ എടുക്കാൻ തീരുമാനമാവും. അതുകൊണ്ട് ജിൻഡോ അതെടുക്കട്ടെ എന്ന് ഞങ്ങൾ ഇന്നലെ സംസാരിച്ച് തീരുമാനിച്ചതാണ്. എന്തായാലും ഒരു പോഷക സംഘടനയുടെ ഒരു ലീഡേഴ്സ് മീറ്റ് നവദിശ 2025 എന്ന പേരിൽ നടന്നു കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ആ നവദിശ എന്നുള്ള പേരൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തനത്തെ എത്രമാത്രം വലിയ ഗൗരവത്തോടുകൂടി സമീപിക്കണം എന്നുള്ള ഒരു ചിന്ത ഈ സംസ്ഥാന കമ്മിറ്റിക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ആ പേരിനെയും ആ ഒരു സമീപനത്തെയും കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചിട്ടയായ സംഘടനാ പ്രവർത്തനം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മള് ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലാണ് നിൽക്കുന്നത്. 2025 നമ്മളെപ്പോലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരുടെ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ വർഷം നടക്കുന്നത്. അതുപോലെ തന്നെ 3 മാസം കൂടി കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് ശേഷം 3 മാസവും കൂടി കഴിയുമ്പോൾ നമ്മൾ 2026 ഏറ്റവും സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കെല്ലാം നമ്മൾ കടക്കുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനും വലിയ പ്രാധാന്യമാണ്. കാരണം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും വിജയിച്ചാൽ മാത്രമേ നമുക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഒരു മേൽക്കൈ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയം ഇപ്പോഴും ഭരണവിരുദ്ധ വികാരത്തിൽ ഊന്നിക്കൊണ്ടുള്ളതല്ല എന്ന് CPM-ന് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലേക്ക്, LDF-ന് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലേക്ക് ആ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ്. പൊതു രാഷ്ട്രീയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ LDF സർക്കാരിനെതിരെ വലിയ ജനരോഷം നിലനിൽക്കുന്നു. അങ്ങനെ വലിയ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ UDF അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. സമാനമായ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ 2021 ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2021 പിണറായി വിജയൻ സർക്കാർ 2021 ശേഷമുള്ള സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് വേണേൽ പറയാം. പക്ഷെ ഒരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സമീപനമുള്ള ഒരു സർക്കാരായിരുന്നു. ഒരു സാധാരണ കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സർക്കാരുകൾക്കെതിരെ ഉണ്ടാകേണ്ട ജനവിരുദ്ധ വികാരമെല്ലാം 2021 ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് നമ്മുടെ പരാജയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഏതെങ്കിലും ഒരു പേരുകാരനെ നമുക്ക് കിട്ടിയാൽ
അതൊരു മരത്തൂണാണെങ്കിലും നമ്മൾ അതിനെ പഴിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ അങ്ങനെ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് 2021 കാരണം 2016 നമുക്ക് VM സുധീരൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പക്ഷം ചേർന്നൊന്നും ഞാൻ പറയുകയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ പരാജയം നമുക്ക് പഴി ചാരാനായിട്ട് നമുക്കൊരു VM സുധീരൻ ഉണ്ടായിരുന്നു. നമ്മുടെ റെക്കോർഡിംഗ് ഇല്ലല്ലോ അല്ലെ? ലൈവാണോ? അല്ല, ഞാനത് വെറുതെ പറഞ്ഞൊരു വിവാദം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 2021 നമുക്ക് ഇതേപോലെ ഒരാളെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഒരാളെ കണ്ടുപിടിച്ചു. ആരാണ്? കിറ്റ്. നമ്മൾ കിറ്റ് കണ്ടുപിടിച്ചു. കിറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതിൽ കണ്ടുപിടിച്ചു അല്ലേ? കിറ്റ് ലഭിച്ചത് കൊണ്ട് സർക്കാരിനെതിരെ അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? കിറ്റ് കൊടുത്തുകൊണ്ടാണ്, കിറ്റ് കിട്ടിയതുകൊണ്ടാണ്, കിറ്റ് കിട്ടിയതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങളെ ഞാൻ അത് ആരെയും വിമർശിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എതിർവാദമായിട്ട് ഞാൻ പറയുകയാണ്. കേരളത്തിൽ അല്ല, നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവന്റെ അവകാശത്തെ കുറിച്ച് ബോധ്യമുള്ളവരാണ്. സർക്കാർ വീട് നൽകിയവർ പോലും, അല്ലെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ സമയത്ത് 5 വർഷം കൊണ്ട് 4,34,552 വീടുകൾ വെച്ച് നൽകിയ ഒരു ഗവൺമെന്റാണ്. അന്ന് ലൈഫില്ലായിരുന്നു അല്ലേ? അത് ലൈഫില്ലായിരുന്നു. നമ്മൾ ലൈഫില്ലാതെ തന്നെ പല പദ്ധതിയിലൂടെ ഇന്ത്യ ആവാസ് യോജന, ചേട്ടൻ പറഞ്ഞ ഉൾപ്പെടെ, മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ, പട്ടികജാതി വിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു വെച്ച് വീട് കൊടുത്ത വീട് 4,34,552 വീടുകളാണ്. 8-9 വർഷം എടുക്കുന്ന പിണറായി ഇപ്പോഴും ഇപ്പോൾ അവരെ ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്ന കണക്ക് അത്രമാത്രം വീടുകൾ മാത്രമാണ് അവർക്ക് വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ജനങ്ങൾക്ക് നമ്മൾ 300 രൂപ ഇപ്പൊ പറയുന്ന കണക്കുകളൊന്നും നമ്മൾ വിശ്വസിക്കരുത്. PS അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് 16 ലക്ഷം പേർക്ക് 300 രൂപ വെച്ചായിരുന്നു പെൻഷൻ ഇല്ലേ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 36 ലക്ഷം പേർക്ക് 1,500 രൂപ വെച്ച് 2 പെൻഷനുകൾ കൊടുത്തിരുന്നു. എങ്ങനെയായിരുന്നു? ഒന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനും 2 ക്ഷേമ പെൻഷനും. 2 പെൻഷനുകൾ കൊടുത്തിരുന്നതാണ് 36 ലക്ഷം പേർക്ക്. ഇവരിപ്പോ ചാനലിലൊക്കെ വന്ന് പറയുന്ന ഒന്നുമല്ല വാസ്തവം. അപ്പൊ അങ്ങനെ കൊടുത്തിരുന്നു. അപ്പൊ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്ന ജനകീയ അടിത്തറ എന്താണെന്നുള്ളതും ജനസമ്മതി എന്താണെന്നുള്ളതും നമുക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയേണ്ട കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രതിപക്ഷ നേതാവ്, ഒരു പാർട്ടി ഉണ്ടായിരുന്ന ഒരു നേതാവ് കേവലം കിറ്റിന്റെ ബലത്തിൽ പിണറായി വിജയൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്താത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയുള്ളൂ. എവിടെയാണ് മാറ്റം ഉണ്ടായത്? മാറ്റമുണ്ടായത് 2016 തെരഞ്ഞെടുപ്പിൽ. ഞാൻ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. 2011 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആ നിയോജകമണ്ഡലത്തിൽ ലഭിച്ച ആകെയുള്ള വോട്ട് 4,398 വോട്ടാണ്. 4,398 വോട്ട്. 2014 തെരഞ്ഞെടുപ്പിൽ ആ BJPക്ക് 4,398 നിന്ന് 29,876 വോട്ടായിട്ട് വർദ്ധിച്ചു. എത്ര മടങ്ങാണെന്ന് ആലോചിച്ച് നോക്കൂ. 6 മടങ്ങിനടുത്ത് BJPയുടെ വോട്ട് വർദ്ധിച്ചു. അങ്ങനെ BJPയുടെ വോട്ട് 6 മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ 2011 15,000 ചില്ലാനം വോട്ടിന് UDF ജയിച്ച മണ്ഡലം നമ്മൾ 2016 എന്ത് സംഭവിച്ചു? 4,000 ചില്ലാനം വോട്ടുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടു. അത് ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ ഘടകങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊന്നും ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ മാത്രം നമ്മൾ പഴിചാടിക്കൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരുന്നില്ല തൃപ്പൂണിത്തുറയിലെ എന്ന് ഞാൻ പറയാം.
അതേസമയം 2021 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ആ വോട്ട് 29,876 നിന്ന് 23,750 കുറഞ്ഞു. 4,000-5,000 വോട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ 992 വോട്ടിന് നമ്മൾ അവിടെ വിജയിച്ചു. പല നിയോജക മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാലും BJP എന്ന് പറയുന്ന ഒരു ശക്തി മൂന്നാം ശക്തിയായിട്ട് ഉയർന്നു വന്നതോടുകൂടി ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോയതാണ് 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടാനുണ്ടായ കാരണം. ആ പരാജയത്തിന്റെ തുടക്കം 2016 മുതലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു തുടർ ഭരണം ചരിത്രത്തിൽ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് 2016 ആയിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ BJP-ക്ക് ഉണ്ടായ ഏകദേശം 5 ഇരട്ടിയോളം 6 ഇരട്ടിയോളം പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും ഉണ്ടായ ഒരു വോട്ടെടുപ്പ്, അതാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയത്. ഒന്ന്. ഇനി 2021 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്ത് എനിക്കൊരു വേർഷൻ ഉണ്ട്. എത്ര പേര് അംഗീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷെ പലയിടത്തും അത് അംഗീകരിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് കൂടി ഞാൻ പറയാം. കേരളത്തിന്റെ പൊതു മനസ്സ് ഇടതുപക്ഷ സ്വഭാവമുള്ള മനസ്സാണ്. അത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും CPM ആണെന്നും CPI ആണെന്നും തെറ്റിദ്ധരിക്കരുത്. ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ നിലപാട് നിർണ്ണയിക്കുന്നതാണ് നമ്മൾ സെന്റർ ആണോ, സെന്റർ ലെഫ്റ്റ് ആണോ, ലെഫ്റ്റ് ആണോ, സെന്റർ റൈറ്റ് ആണോ, റൈറ്റ് ആണോ എന്നുള്ളത് നമ്മുടെ നിലപാടുകൾക്ക് അനുസരിച്ചാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു സെൻട്രൽ ലെഫ്റ്റിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തില്. അതുകൊണ്ടാണ് ആ ലെഫ്റ്റും സെൻട്രൽ ലെഫ്റ്റുമായിട്ടുള്ള പോരാട്ടം നടന്നത് കൊണ്ടാണ് റൈറ്റ് എന്ന് പറയുന്ന BJP-ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്പേസ് ഇല്ലാതെ പോയത്. കാരണം നമ്മൾ ഒരു തലമുതിർന്ന നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. നമ്മളൊരു 2011 മുമ്പുള്ള തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ എന്തിന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുന്നത്? നമ്മൾ കാട്ടുകരാറിനെ കുറിച്ചും ASEAN കരാറിനെ കുറിച്ചും ലിബറലൈസേഷൻ നവ ഉദാരവൽക്കരണത്തെ കുറിച്ചും ജനക്ഷേമ പദ്ധതികളെ കുറിച്ചും ഇല്ലേ, ആണവ കരാറിനെ കുറിച്ചും ഒക്കെയായിരുന്നു നമ്മുടെ ചർച്ചകൾ. കാരണം എന്തായിരുന്നു? സെൻട്രൽ ലെഫ്റ്റിൽ നിൽക്കുന്ന കോൺഗ്രസും ലെഫ്റ്റും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. അങ്ങനെ സെൻട്രൽ ലെഫ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സാമ്പത്തിക നയങ്ങളിൽ പെട്ട കാര്യങ്ങളായിരുന്നു. ആ സാമ്പത്തിക നയങ്ങളിലായിരുന്നു ഇടതിനോട് നമുക്ക് വിയോജിപ്പ് ഉണ്ടായിരുന്നത്. ഇടതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലത് എന്ന് നമ്മളെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ വലതല്ല, നമ്മൾ ഇടതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇടതാണ്, നമ്മൾ വലതല്ല. വലത് എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയമാണ്. റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന BJP ആണ് വലതു ഭാഗത്ത് നിൽക്കുന്നത്. നമ്മൾ ഇടതു ഭാഗത്ത് തന്നെയാണ്. ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നതും നമ്മൾ ആ ഇടതാണെന്ന് ഉറച്ചു പറഞ്ഞാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് രാഷ്ട്രീയമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു മതേതര സ്വഭാവമുള്ള കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു വിഷയം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുമോ? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു 35 സീറ്റ് ലഭിച്ചാൽ BJP ഭരണം തീരുമാനിക്കും. ഓർമ്മയിലേക്ക് ആ പ്രസ്താവന. 35 സീറ്റ് ലഭിച്ചാൽ BJP ഭരിക്കും. കേരളം ഭരിക്കുന്നത് BJP ആയിരിക്കും, അല്ലെങ്കിൽ BJP തീരുമാനിക്കും ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുമെന്ന് സുരേന്ദ്രൻ ആ പ്രസ്താവന പറഞ്ഞു. ആ പ്രസ്താവന കേട്ടിട്ടുള്ളവർ ആരെങ്കിലും അതിന് മറുപടിയായിട്ട് വന്ന പ്രസ്താവന ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മറുപടിയായിട്ട് വന്ന പ്രസ്താവന? BJP-യുടെ നേതാവിന് മറുപടി കൊടുത്തത് ഒരൊറ്റ പ്രസ്താവന ഉണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങളുടെ നിയമത്തെ അക്കൗണ്ട് കൂടി ഞങ്ങൾ പൂട്ടിക്കും എന്നുള്ള പ്രസ്താവന പറഞ്ഞത് പിണറായി വിജയന്റെ പ്രസ്താവന മാത്രമാണ്. അത് മാത്രമേ നമ്മുടെ ഓർമ്മയിലുള്ളൂ. കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ആ 35 സീറ്റ് കിട്ടിയാൽ ഇടതുപക്ഷം BJP കേരളത്തിലെ ഭരണം തീരുമാനിക്കുമെന്ന് പറഞ്ഞ പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ കേരളത്തിലെ മതേതരമായി ചിന്തിക്കുന്ന ഇടത് സ്വഭാവമുള്ള ജനം തീരുമാനിച്ചു BJP ഒരു സീറ്റിൽ പോലും ജയിക്കരുത് എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു സീറ്റിൽ പോലും ജയിക്കരുത് എന്ന് തീരുമാനിച്ചപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ അന്ന് വിശ്വസിക്കാനായിട്ട് കണ്ടത് ഇടതിനെ ആയിരുന്നു എന്നുള്ളതാണ് 2021 തെരഞ്ഞെടുപ്പിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ ചിന്തിക്കുക. 2019 തെരഞ്ഞെടുപ്പ് ഇതേപോലെ ജയിച്ചപ്പോഴത്തേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചപ്പോൾ നമ്മളൊരു വായന നടത്തി. എന്തായിരുന്നു? ശബരിമലയിലെ നമ്മുടെ നിലപാട് കൊണ്ടാണ് നമ്മൾ വിജയിച്ചത് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, ശബരിമലയിലെ നിലപാടല്ല, കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്ത് ഇടത് മനസ്സും മതേതര സ്വഭാവമുള്ള മനസ്സാണ്, RSS വിരുദ്ധ മനസ്സാണ് കോൺഗ്രസിനെ വിജയിപ്പിച്ചത് എന്ന് ഞാൻ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം പല വേദികളിലും പറഞ്ഞു. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വരെ എന്റെ ശബരിമലയിലെ നിലപാട് കൊണ്ട് ഞാനത് പറയുന്നതാണ് എന്നുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ ഞാനപ്പോ ചോദിച്ച മറുചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ 6 മാസം കഴിഞ്ഞ് നടന്ന 5 ബൈ ഇലക്ഷൻ കോൺഗ്രസ് എങ്ങനെ പരാജയപ്പെട്ടു എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി ബോധ്യമുള്ളവരാണല്ലോ. ശബരിമല വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുകയാണെങ്കിൽ, അത് പിണറായി വിജയൻ സർക്കാരിനെ വിചാരണ ചെയ്യേണ്ട നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പിണറായി വിജയൻ അനുകൂലമായിട്ട് മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മളുടെ കേരളത്തിന്റെ പൊതു സ്വഭാവം തെരഞ്ഞെടുപ്പിൽ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF LDF ദ്വന്ദ്വമല്ല, മറിച്ച് UDFും LDFിനെയും പരാജയപ്പെടുത്താനും ജയിപ്പിക്കാനും കഴിയുന്ന ശക്തിയായിട്ട് BJP മാറിയിരിക്കുന്നു. അങ്ങനെ BJP മാറിയപ്പോൾ നമുക്ക് UDF പരാജയപ്പെട്ടാൽ LDF ജയിക്കുമെന്നും LDF പരാജയപ്പെട്ടാൽ UDF ജയിക്കും എന്ന് പറയുന്ന സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നില്ല. അത് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന, പഠിച്ചിട്ടുള്ള, പ്രാക്ടീസ് ചെയ്യുന്ന കേരളത്തിലെ നേതാവ് പിണറായി വിജയനാണ്. ഒരു സംശയം വേണ്ട, പിണറായി വിജയനാണ്. എന്തുകൊണ്ടാണ് PV അൻവറിനെ പ്രകോപിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇവരാരും. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഒരാളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ രാഷ്ട്രീയത്തിൽ അയാളെ പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം അയാളെ അപ്രസക്തനാക്കി കളയുക എന്നുള്ളതാണ്. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുക, ഞാൻ അപ്രസക്തനാക്കി കളയാതിരിക്കുക, എന്റെ സ്ട്രെങ്ത് വെച്ച് ഞാൻ മുന്നോട്ട് പോകണം. അപ്പൊ അത് ഇപ്പം കോടിക്കണക്കിന് ചെലവാക്കി സ്റ്റാറ്റിസ്റ്റുകളെ വെച്ചിട്ടുള്ള പിണറായി വിജയൻ അറിയാൻ പാടില്ല, എന്ന് പറയാൻ പറ്റില്ലല്ലോ. PV അൻവറിനെ പ്രകോപിപ്പിക്കുന്നതിന്റെ കാര്യം, UDFന്റെയും LDFന്റെയും പുറത്തു നിന്നുകൊണ്ട് PV അൻവർ ഒരു ശക്തിയായി മത്സരിക്കുകയാണെങ്കിൽ, മലപ്പുറത്ത് മത്സരിക്കുന്ന സീറ്റുകളിൽ ലീഗിന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്ന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമാണ് പിണറായി വിജയനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതല്ലാതെ PV അൻവറിന്റെ വീട്ടിലേക്ക് രാത്രി ഇത്രയും വലിയ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നാളെ ഒരു സ്റ്റാറായി മാറും എന്നുള്ളത് അയാൾക്ക് അറിയാൻ പാടായിട്ടാണോ? അല്ലല്ലോ. പിണറായി വിജയൻ അറിയാൻ പാടില്ലാണ്ടല്ല ചെയ്യുന്നത്. അത് പുറത്ത് നിർത്തി മറ്റൊരു സമവായത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചാൽ മലപ്പുറത്ത് LDFന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ലീഗിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ലീഗ് പരാജയപ്പെടുന്നിടത്ത് കോൺഗ്രസ് CPM വരാൻ സാധിക്കും. അവിടെ ചെയ്തിട്ടുണ്ടല്ലോ. മലപ്പുറത്ത് അത്രമാത്രം വലിയതല്ലാണ്ട് ലീഗ് പരിഗണനായ അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയം അവിടെ നിൽക്കുമ്പോൾ മധ്യ കേരളത്തിൽ അദ്ദേഹം കളിക്കുന്ന രാഷ്ട്രീയം എന്താ? ഇവിടുത്തെ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ മുഴുവൻ എങ്ങനെയെങ്കിലും BJPയിലേക്ക് തള്ളിവിടുക, എങ്ങനെയെങ്കിലും BJPയിലേക്ക് തള്ളിവിട്ട് BJPയുടെ വോട്ട് ഷെയർ UDFന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മധ്യ കേരളത്തിൽ ആ വോട്ടുകളെ BJPയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെ CPMനോ കേരള കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്കോ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് 2029 തനിക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുള്ള തോന്നലിൽ നിന്ന് നടത്തുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ടല്ലേ ലീഗ് PV അൻവറിനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ തമ്മിലെന്ന് പറയാം. പല ആൾക്കാരും ചോദിച്ചു, ഈ ചർച്ച തമ്മിലേക്ക് ചോദിച്ചു, ലീഗ് എന്തിനാണ് PV അൻവറിനോട് ഇത്രമാത്രം വലിയ മമത കാണിക്കുന്നത് എന്ന് ചോദിച്ചു. കാരണം ലീഗിന് കൃത്യമായ ബോധ്യമുണ്ട്, UDFനും LDFനും പുറത്ത് മൂന്നാം ശക്തിയായിട്ട് മലപ്പുറത്ത് PV അൻവർ നിലനിന്നാൽ അത് ക്ഷീണിപ്പിക്കാൻ പോകുന്നത് ലീഗിനാണെന്ന് രാഷ്ട്രീയ ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ എങ്ങനെയെങ്കിലും PV അൻവറിനെ കൂടെ നിർത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ടതുമായിരിക്കാം, അത് ചർച്ച ചെയ്ത് പാർട്ടി തീരുമാനിക്കട്ടെ, അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇലക്ഷനുകളെ മാനേജ് ചെയ്തുകൊണ്ട് വോട്ടുകൾ വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം പിണറായി വിജയൻ പയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇനിയിപ്പോ 2020 ആം ആദ്മി പാർട്ടിയും കൂടി സഖ്യം ഉണ്ടാവും. 2020 ആം ആദ്മി പാർട്ടിയും കൂടി സഖ്യം ഉണ്ടായിട്ട് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിക്കുക എന്ന് പറയും. അപ്പൊ ഇത്രയും ഒരു അർബൻ നിയോജക മണ്ഡലങ്ങളിൽ 10 മുതൽ 15,000 വോട്ട് വരെയും, ഒരു റൂറൽ നിയോജക മണ്ഡലങ്ങളിൽ 5,000 മുതൽ 10-12,000 വോട്ട് വരെയും പിടിക്കാനുള്ള ശേഷിയിലേക്ക് ആം ആദ്മി പാർട്ടിയും 2020 കൂടി വളരും. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഭരണവിരുദ്ധ വികാരം, വോട്ട് സ്പ്ലിറ്റായി. അതോടെ പിണറായി വിജയൻ ഇതല്ലേ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്.
ഇവിടെ നമ്മൾ പ്രതിരോധിക്കണം. എങ്ങനെ നമ്മൾ പ്രതിരോധിക്കും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ സംഘടന ഇതിലേക്ക് ഞാൻ വരുന്നതിന് വേണ്ടിയിട്ട് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് കൂട്ടുക. കാരണം തെരഞ്ഞെടുപ്പുകളാണല്ലോ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ കാര്യവും, അല്ലെങ്കിൽ അത് വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും. അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്ക് എത്രയോ പോഷക സംഘടനകളുണ്ട്, ഇല്ലേ? എത്ര പോഷക സംഘടനകൾ നമുക്കുണ്ട്? 44 പോഷക സംഘടനകളാണ് നമുക്കുള്ളത്. 44. എനിക്കോണം ഇപ്പൊ ഗാന്ധിദർശൻ വേദിയും സമിതിയും കൂടി ഒരുമിപ്പിച്ചു എന്ന് കണ്ട് കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പോഷക സംഘടനകൾ നമുക്കുണ്ട്. എന്താണ് പോഷക സംഘടനകൾ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ കർഷക കോൺഗ്രസിലേക്ക് ഉൾപ്പെടെ ഞാൻ വരാം. പക്ഷെ പലപ്പോഴും നമ്മുടെ പോഷക സംഘടനകൾ എന്ന് പറയുന്നത് അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. അക്കോമഡേഷൻ അപ്പുറം പാർട്ടിയിൽ പോസ്റ്റ് ലഭിക്കാത്തവരെ അപ്പോയിന്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ റോൾ കൊടുക്കുന്നതിനും അപ്പുറം പോഷക സംഘടനകൾ അവരുടേതായ ചുമതല നിർവഹിക്കാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, CPM-നെ പിടിച്ചു നിർത്തുന്നത് എന്താ? ഇത്രമാത്രം വലിയ ആരോപണങ്ങൾ നേരിടുമ്പോൾ, ഇത്രയും മാത്രം വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞാൻ ചില ആൾക്കാരോട് ഞാൻ ചോദിച്ചു, സംസാരിച്ചപ്പോഴത്തേക്ക് വീടുകൾ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, പെൻഷൻ കിട്ടിയിട്ട് 6 മാസമായില്ലേ? പെൻഷൻ കിട്ടിയിട്ട് 6 മാസമായില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് തരണം. അപ്പൊ വേദന പറഞ്ഞപ്പോ, രാജു പെൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കുന്നില്ലല്ലോ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ഈ പറഞ്ഞ് മറുപടി കേട്ടിട്ടുണ്ടോ? മറുപടി കേട്ടിട്ടില്ലേ? 6 മാസത്തെ കിട്ടേണ്ട പെൻഷൻ ലഭിക്കാത്ത ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ ഗവൺമെന്റിനെ കുറിച്ച് പഴി പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടില്ലല്ലോ. എത്ര രൂപയാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കാനുള്ളത്? 200 രൂപ. 200 രൂപയാണ് കൊടുക്കാനുള്ളത്, ഇല്ലേ? 1500 രൂപ 600 രൂപ പെൻഷൻ കിട്ടുന്നിടത്ത് 200 രൂപ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ ആയിട്ടുള്ളൂ. 1400 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, വാർദ്ധക്യകാല പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, കാർഷിക പെൻഷനുകൾ രീതി കിടക്കുന്നു, ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു, എല്ലാം കിടക്കുന്നു. ഞാൻ എഴുതിയെടുത്ത് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ അവർ പറയണം 54,700 കോടി രൂപ കേന്ദ്രം കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? നമ്മളടുത്ത് ചോദിക്കുന്നത് CPM-ന്റെ ചർച്ചയിലല്ല, സാധാരണ മനുഷ്യന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്. എന്താ 6 മാസം പെൻഷൻ കിട്ടാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ ആ പെൻഷൻ ലഭിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ല, കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ബോധ്യപ്പെടുത്താൻ CPM-ന് സാധിച്ചിരിക്കുന്നു. അതല്ലേ അതിന്റെ അർത്ഥം? എന്തുകൊണ്ട്? അവർ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട്. CPM-നെ വളർത്തുന്ന സംഘടനകൾ ഏതാ? അവർ പറയുന്ന വർഗ ബഹുജന സംഘടനകൾ, ഇല്ലേ? അവരുടെ നേതൃത്വം എപ്പോഴും പറയുന്നത് വർഗ ബഹുജന സംഘടനകളെ കുറിച്ചാണ്. ആ വർഗ ബഹുജന സംഘടനകളാണ് CPM-ന്റെ അടിത്തറ. നമ്മുടെ വർഗ ബഹുജന സംഘടനകൾ ഏതാ? നമ്മുടെ വർഗ ബഹുജന സംഘടനകൾ? അല്ല, നിങ്ങളാണ് നമ്മുടെ വർഗ ബഹുജന സംഘടന. കർഷക കോൺഗ്രസ്, INTUC, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് വേണേ പറഞ്ഞോ, ഉൾപ്പെടെ നടക്കുന്ന നമ്മളുടെ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യരുമായിട്ട് ഇടചേർന്ന് പ്രവർത്തിക്കേണ്ട വർഗ ബഹുജന സംഘടനകളാണ് നിങ്ങൾ. നമ്മൾ അതാണെന്നുള്ള ബോധ്യം പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ അവസ്ഥ, ഇല്ലേ? സത്യമല്ലേ? എന്തോ? അല്ലല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം പറയാം. ഇതെല്ലാം ഈ പറയുന്നതിന്റെ മുഴുവൻ കുറ്റം ഏറ്റെടുക്കേണ്ട ഇതിൽ നിൽക്കുന്ന ആളാണ് ഞാനെന്നും എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ പലപ്പോഴും ചില എല്ലാ കാര്യങ്ങളും പാർട്ടി ചിലപ്പോൾ ഏറ്റെടുക്കില്ല എന്നുള്ളത് ഞാൻ പറയട്ടെ, നമുക്ക് പറയാൻ പറ്റുന്ന വേദികളിലല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കുറ്റപ്പെടുത്തുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്നെയും കൂടി വിട്ടോട് ഞാൻ പറഞ്ഞത് കൂട്ടിക്കോളൂ. ഈ വർഗ ബഹുജന സംഘടനകളാണ് CPM-ന്റെ ശക്തി.
KSKTU നടത്തുന്ന സമ്മേളനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? KSKTU CPM പാർട്ടി സംവിധാനം നടത്തുന്ന പോലത്തെ സമ്മേളനങ്ങൾ നടത്തി അവർ അതിൽ നിന്ന് നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് ആ വർഗത്തിനൊപ്പം ആ വർഗ ബഹുജന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് അവരിൽ നിന്നാണ് നേതൃത്വം ഉണ്ടാകുന്നത്. നേരത്തെ ഇവിടെ അസിസ്കർ ഇപ്പൊ സൂചിപ്പിച്ച പോലെ ചില നേതാക്കന്മാരൊക്കെ മേളിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ആവുന്നതിന്റെ കുഴപ്പമാണ് ഈ പാർട്ടിയിൽ ഉള്ളത്. അത് സത്യമാണ്. പക്ഷേ ആ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കണ്ടേ? പകരം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കർഷക കോൺഗ്രസ്, ഞാൻ എറണാകുളത്ത് കർഷക കോൺഗ്രസിന് കുറെ അധികം എന്താ പറയുക, ഞങ്ങളുടെ സിറ്റിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ റോൾ ഇല്ലാന്ന് വേണമെങ്കിൽ അവർ പറയാറുണ്ട്. ഞങ്ങൾ കർഷക കോൺഗ്രസ് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ കൊണ്ട് ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ ഉൾപ്പെടെ കാർഷിക മേഖലയാണ്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പിറവം നിയോജക മണ്ഡലം മുതൽ അങ്ങോട്ടേക്ക് നോക്കിയാൽ ഇത് മുഴുവൻ കർഷകരുടെ സ്ഥലങ്ങളാണ്. ജോസ്പേന്റെ ഗ്രിപ്പുണ്ട്, അവിടെ നിന്ന് ഉയർന്നു വന്നൊരു കർഷക നേതാവാണ് അദ്ദേഹം, ആമ്പല്ലൂരിൽ നിന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ കാർഷിക രംഗത്ത് നിൽക്കുന്ന കർഷകരെ സംഘടിപ്പിക്കാൻ വേണ്ടി കർഷക കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്റെയൊക്കെ ഓർമ്മയിൽ ഒരു കർഷക നേതാവെന്ന് കേരളത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടത് ചെറിയാൻ കൽപ്പകവാടിയാണ്. ലാൽ കൽപ്പകവാടി ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? അതിനുശേഷം കർഷക കോൺഗ്രസിന്റെ കർഷക നേതാവിന്റെ ഒരു ഐഡന്റിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് കർഷക കോൺഗ്രസ് നിന്നോ ഒരാൾക്ക് കടന്നു വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കട്ടെ. അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രഭാവകാലത്തിന് ശേഷം പിന്നെ ആ പേര് നിലനിന്ന് പോകുന്നു മാത്രമേ ഉള്ളൂ കുറച്ചു നാൾ. പകരം നമുക്ക് ആ കർഷക കോൺഗ്രസിന് സംഘടനാ പ്രവർത്തനം നടത്തി ആ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു കർഷക സംഘടനയുടെ കർഷക നേതാവായി നമുക്ക് കേരളത്തിലൂടെ ആളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് കഴിയണം. അങ്ങനെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരാതി പറയാനും കഴിയില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കെങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയാ ശക്തി ഉണ്ടാകുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ ശക്തി ഉണ്ടാകുന്നത് പലപ്പോഴും നേതാക്കന്മാരുടെ കൂടെ നടന്നുണ്ടാക്കുന്ന ശക്തിയാണ്. ആ നേതാക്കന്മാരുടെ കൂടെ നടന്നുണ്ടാക്കുന്ന ശക്തിക്ക് വലിയ ആയുസ്സൊന്നും ഉണ്ടാവില്ല. അതേസമയം താഴത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ ശക്തിയെ തകർക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല. കഴിയോ? ഒരു ശക്തിയുമില്ലാത്ത നേതാവിനെതിരെ പോലും നടപടിയെടുക്കാൻ ഭയക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു ബൂത്ത് പ്രസിഡന്റ് മാറ്റണമെങ്കിൽ പോലും ഈ പാർട്ടിക്ക് വലിയ കടമ്പകളാണ്, ഇല്ലേ? ഒരു ബൂത്ത് പ്രസിഡന്റ് മാറ്റണമെങ്കിൽ പോലും. അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നിങ്ങൾ ഇപ്പൊ മഹിളാ കോൺഗ്രസ്, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, മഹിളാ കോൺഗ്രസിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും പല പരാതികളുണ്ടായിരുന്നു, ഇല്ലേ? ഇന്ന് മഹിളാ കോൺഗ്രസ് ഒരു സംഘടനാ സംവിധാനം, അതിബൃഹത്തായ ഒരു സംവിധാനം അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരെ അഭിനന്ദിക്കേണ്ട രീതിയിലേക്ക് കോൺഗ്രസിന് സാധിക്കുമോ? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ മണ്ഡലങ്ങളിലേക്കും ചെന്ന് ഏകദേശം 8-9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര എന്ന് പറയാനായിട്ട് പേടിച്ചു പോയില്ലേ നമ്മള്? പറ്റുമോ നമുക്ക്? മഹിളാ കോൺഗ്രസ് എന്നത് ചെയ്യാണ്. എത്ര മണ്ഡലത്തിലേക്ക് എത്തുന്നു നമ്മൾ നോക്കണ്ട. പക്ഷെ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന പ്രസിഡന്റ് എത്ര മണ്ഡലത്തിലേക്ക് എത്തുന്നു നമ്മൾ നോക്കണ്ട. പക്ഷെ സംഘടന ഈ പറയുന്ന 1300 ചില്ലാനം മണ്ഡലങ്ങളിലേക്ക് ആ സംഘടന എത്താൻ പോകുന്നു. ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. ആ നിലയിലേക്ക് മഹിളാ കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. പക്ഷെ മറ്റുള്ള സംഘടനകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ചുരുക്കം. കർഷക കോൺഗ്രസ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു സമൂഹം കേരളത്തിലെ കർഷക സമൂഹമാണ്. ലയണൽ വയനാട് മുതൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വയനാട് ഞാനും അല്പം പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. വയനാട്ടിലെ കാർഷിക പ്രശ്നങ്ങൾ എത്രമാത്രം വലിയ കാർഷിക പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് കാപ്പിക്കൽപ്പം വില കിട്ടിയിരിക്കുന്നത്. അത് സർക്കാരിന്റെ നയം കൊണ്ടൊന്നുമല്ല. സർക്കാർ ബ്രസീലിലുണ്ടായ ഒരു ക്ലൈമറ്റ് പ്രശ്നം കാരണം അവിടെ കുറച്ച് കൂടുതലായിട്ട് ഇപ്പൊ കാപ്പിക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ റബ്ബറിന്റെ പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് മാർ ജോസഫ് പ്ലാംപ്ലാനി ഉൾപ്പെടെ അതിനെ BJP-യിലേക്ക് കൊണ്ടേ കെട്ടിയിടാക്കാനുള്ള ശ്രമം വരെ നടത്തി. റബ്ബർ വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നു. നമ്മൾ മറ്റുള്ളിടത്ത് നെൽ കർഷകരുടെ വലിയ വിഷയമായിട്ട് നിൽക്കുന്നു. സപ്ലൈകോയുടെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നു. എത്രയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർഷക കോൺഗ്രസ് എത്ര വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം നടത്തിയിട്ടുണ്ട്? PRS വായ്പയെ കുറിച്ച് നമ്മൾ ചർച്ചകൾ നടത്തി, ഇല്ലേ? എപ്പോഴാണ് നടത്തിയത്? പ്രസാദ് മരിച്ചപ്പോൾ PRS വായ്പയെ കുറിച്ച് ചർച്ച നടത്തി.
ശരി, അവിടെ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് ഇപ്പൊ ഞാൻ പോലും ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരന്തരമായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് സമരങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പല പോഷക സംഘടനകളുടെയും സമരങ്ങൾ നമ്മൾ കാണാറുണ്ട്. സ്ഥിരം നാടകക്കാരാണ്, സ്ഥിരം നാടകവേദിയാണ്, ഇല്ലേ? തൃപ്പൂണിത്തുറയിൽ ഇപ്പൊ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ആർക്കും. തൃപ്പൂണിത്തുറയിൽ അവിടെ യൂത്ത് കോൺഗ്രസിന് സമരം നടത്തിയാലും അവിടെ മഹിളാ കോൺഗ്രസിന്റെ പരിപാടി നടത്തിയ കുറച്ച് മഹിളകൾ ഉണ്ടാവും. മറ്റേത് പോഷക സംഘടനയുടെ പരിപാടി നടത്തിയാലും ഞങ്ങൾ കുറെ സ്ഥിരം നാടകക്കാരുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് ആടും. ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആടും. നമ്മൾ പ്രസംഗിക്കാൻ വേദിയിട്ട് നമ്മൾ പ്രസംഗിക്കും. പിറ്റേ ദിവസം രാവിലെ പ്രസംഗിച്ചതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു പേരും കൂടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഹാപ്പി ആവും. നമ്മുടെ പരിപാടി നടത്തിയവൻ ഫോട്ടോ വന്നാൽ സന്തോഷമായി, ഫോട്ടോ വന്നില്ലെങ്കിൽ അവന് വിഷമവുമാവും. പത്രത്തിൽ ഫോട്ടോ വന്നാൽ ആ ഫോട്ടോ കൊണ്ട് സമരം വിജയിച്ചു എന്ന് വിചാരിക്കുന്ന ലോകത്തേതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. എങ്ങനെയാ ഗാന്ധിജി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലും തുടങ്ങിയത് എവിടെ നിന്നാ? കർഷകരിൽ നിന്നല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് മഹാത്മാഗാന്ധി വന്നതിന് ശേഷം. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ആത്മകഥ വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് അവർക്കറിയാൻ പറ്റുമോ? വായിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ നിരന്തരമായിട്ട് അദ്ദേഹത്തെ പുറകെ നടക്കുകയാണ്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ മനുഷ്യൻ അദ്ദേഹത്തിനോട് ചെന്ന് അവിടുത്തെ ഈ എന്താ പറയാ നീലം കർഷകരുടെ പരാതിയെ കുറിച്ച് പറയാണ്. മഹാത്മാഗാന്ധിക്ക് മഹാത്മാഗാന്ധിയാണ്, അന്ന് വെറും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അദ്ദേഹത്തിന് ഇത് ശല്യമായി തോന്നി തുടങ്ങി. അങ്ങനെ ഒരു പ്രാവശ്യം കൽക്കട്ടയിലും കണ്ടാണെന്ന് വിചാരിച്ചു. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെയും ഈ മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു നീലം കർഷകരെ കുറിച്ച്. അങ്ങനെ നീലം കർഷകരെ കുറിച്ച് വീണ്ടും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് സഹികെട്ട് മഹാത്മാഗാന്ധി പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ചമ്പാരനിലേക്ക് വണ്ടി കയറുന്നത്. ചമ്പാരനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ കർഷകരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അവിടുത്തെ നീലം കർഷകരുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ നികുതിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ചു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം കേട്ടവാദി പിറ്റേ ദിവസം രാവിലെ ഒരു സമരം നടത്തി, സത്യാഗ്രഹം നടത്തിയതിന്റെ ഫോട്ടോ എടുത്ത് പേപ്പർ കൊടുക്കുക അല്ല ചെയ്ത്. ഫോട്ടോ ഒക്കെ എടുത്ത് പേപ്പർ കൊടുക്കാൻ മിടുക്കനായിരുന്നു കേട്ടോ അദ്ദേഹം, ഒരു സംശയവും വേണ്ട. ഏറ്റവും ഇന്ത്യ ലോകം കണ്ട ഏറ്റവും മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റും കമ്മ്യൂണിക്കേറ്ററും ആയിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹം ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ പരിപാടി അടുത്ത ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് പത്രത്തിലേക്കുള്ള വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം നോക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് നല്ല കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ അദ്ദേഹം സമരം അവിടെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ തുടങ്ങിയില്ല. പകരം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത് ചമ്പാരനിൽ അവിടെ പോയിരുന്ന് ഒരാളെ സെക്രട്ടറി ആയിട്ട് തന്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കൂടെ ഇരുത്തി അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ നേരിട്ട് കേട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്ത് മിനിറ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സത്യാഗ്രഹം തുടങ്ങുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ, 2ാം സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സത്യാഗ്രഹ സമരത്തിന്റെ തുടക്കം ചമ്പാരൻ സത്യാഗ്രഹത്തിൽ നിന്നായിരുന്നു. ആരുടെ? കർഷകരിൽ നിന്നാണ് തുടങ്ങിയത്. എന്താ അതിന്റെ സൂചന? ഒരു വിപ്ലവം സംഭവിക്കണമെങ്കിൽ, ഒരു വലിയ മൂവ്മെന്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരു സാമ്പത്തിക പരിസരം അതിനുണ്ട്. ഒരു വിപ്ലവത്തിന് സാമ്പത്തിക പരിസരമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി എന്നിട്ട് ഇന്ത്യയിലെ ജനങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഇത്ര ദിവസങ്ങളിൽ ബ്രിട്ടീഷിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരാം, അതല്ലെങ്കിൽ ഞാൻ ഇത്ര ദിവസം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇത്ര ദിവസം ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞെങ്കിൽ ആ സമരം പരാജയപ്പെടുമായിരുന്നു. ഒരു സംശയവും വേണ്ട. ആ സമരത്തിന് ഒരു പിന്തുണ ഉണ്ടാകാൻ കഴിയില്ലായിരുന്നു. പകരം ആ സമരത്തിന് കരുത്തായി മാറിയത് അതിന് സാമ്പത്തികമായിട്ടുള്ളൊരു പരിസരം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ചമ്പാരനിലും ഖേഡയിലും ഉൾപ്പെടെയുള്ള കർഷകരെ അണിനിരത്തിക്കൊണ്ട് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് പരുത്തിയ നൂല് നൂറ്റുകൊണ്ട് ഒരു പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്, ഇല്ലേ? ഇന്ന് നമുക്ക് എല്ലാ വിധത്തിലുള്ള ആധുനികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രംഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ വാട്സാപ്പ് ഉണ്ട്, നമുക്ക് ഗൂഗിൾ ഉണ്ട്, നമുക്ക് എന്ത് ഡാറ്റ വേണം ആ ഡാറ്റ കിട്ടാൻ നമ്മുടെ കയ്യിലുണ്ട്.
നമുക്ക് നമ്മുടെ MLA-മാരെ കൊണ്ട് നിയമസഭയിൽ ചോദ്യം ചോദിച്ചാൽ ആധികാരികമായ രേഖ കിട്ടും. നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ നമുക്ക് കിട്ടും. നമ്മുടെ കർഷക നേതാക്കന്മാരോട് ഈ കഴിഞ്ഞ വർഷത്തെ സപ്ലൈകോ ഏറ്റെടുത്ത നെല്ലിന്റെ കണക്ക് വെച്ചാൽ നമുക്കറിയോ എത്ര രൂപയ്ക്ക് ഏറ്റെടുത്തു കൊടുത്താൽ പോലും നമുക്ക് ചിലപ്പോൾ സംശയം വരും. കർഷക രംഗത്ത് PRS വായ്പ എത്ര പേരെടുത്തിട്ടുണ്ട്, എത്ര ബാധ്യതയുണ്ട്, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാമോ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇടപെടുന്ന മേഖലയിലെ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിക്കണം. ആധികാരികമായി പഠിച്ച് അവരോട് അതിനുള്ള പ്രശ്നങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, ആ പ്രശ്നങ്ങളെ പഠിപ്പിച്ച് ആ ജനങ്ങളോട് നമ്മുടെ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയിൽ നിൽക്കുന്ന മനുഷ്യരോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ, അവരെ സംസാരിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും. അവരെ കൂട്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്താൽ, ആത്മാർത്ഥമായ സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ മനുഷ്യർ നമ്മുടെ കൂടെ കൂടും. നമ്മൾ ഇന്നത് ചെയ്യുന്നില്ല. ഇവിടെ PRS വായ്പയെ സംബന്ധിച്ച് സമരം നടത്തി എന്ന് പറഞ്ഞു. അങ്ങയോട് ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു, നമുക്ക് എത്ര പുതിയ കർഷകരെ ആ സമരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിരം നാടകക്കാരുണ്ടാവും. കോൺഗ്രസിന്റെ ഭാരവാഹികൾ എന്താ ഇന്ന് സത്യം പറഞ്ഞാൽ പോഷക സംഘടന പോലും ചെയ്യുന്നത്? മണ്ഡലം ഭാരവാഹികൾ വേണം, ബ്ലോക്ക് ഭാരവാഹികൾ വേണം, നിയോജകമണ്ഡലം ഭാരവാഹികൾ വേണം, ജില്ലാ ഭാരവാഹികൾ വേണം. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരോട് ചോദിക്കുകയാണ് ലിസ്റ്റ്. അല്ലെ? സത്യമല്ലേ? സത്യമല്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട്. കർഷക കോൺഗ്രസ് ജോസഫൻ ഉൾപ്പെടെ കർഷക കോൺഗ്രസിലേക്ക് ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് വെക്കാൻ 5 പേരുടെ പേര് തരണം. എനിക്ക് കാർഷിക മേഖലയായിട്ട് എനിക്ക് എന്ത് ബന്ധം? ഞാൻ എന്ത് ചെയ്യും? എന്റെ കൂടെ നിൽക്കുന്ന മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞ, ബ്ലോക്ക് ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞ, എന്നെ ചീത്ത പറഞ്ഞ് നടക്കുന്ന 5-6 പേരുണ്ട്. എന്നാ പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കും. അവര് നാളെ കർഷക കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹികളായി. എന്തു ഗുണം ഈ പാർട്ടി? പോഷക സംഘടനകൾ എന്ന് പറയുന്നത് കർഷക കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ CPM-ൽ എങ്ങനെയാണോ വർഗ ബഹുജന സംഘടനകൾ, ഞാനിപ്പോ 73 പേര് ഉദയംപേരൂര് CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നു. 73 പേരും. അത് കേരളത്തിലെ ഒരു വലിയൊരു മൂവ്മെന്റ് ആണ്. അവർ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകും. എന്ത് അവസരം ഞങ്ങൾക്ക് എടുക്കും? ഒന്ന് ചോദിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഞങ്ങൾ മത്സ്യവുമായി ബന്ധപ്പെട്ട മത്സ്യ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഉദയപൂരിലാണ്, ഞാൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഞാൻ അറേഞ്ച് തരാന്ന് പറഞ്ഞു. കർഷക കോൺഗ്രസ് വേണം. കർഷക കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? അവരെ സംബന്ധിച്ച് CPM-നായി 73, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അറിയോ? ഈ 73 വന്നതിൽ ഒരു 10-18 പേര് ലീഡർമാരാണ്. അവർക്ക് ഒരു ദിവസം അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം അടങ്ങിയിരിക്കില്ല. ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയാണ് വന്നത്. ദിവസവും രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്നെ വിളിക്കും, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കും. നമുക്ക് ആ എനർജിയോടൊപ്പം ഓടാൻ കഴിയുന്നില്ല. അവര് വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം, ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും വിളിക്കുമ്പോൾ നമ്മൾ പോയിരിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മണ്ഡലം കമ്മിറ്റി ഒരു സമരം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടി 25 പേരെ കൊണ്ട് നിർത്തുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. അതിന് പകരം ഇന്ന് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. കേരളത്തിലെ മുഴുവൻ മണ്ഡലം പുതിയ സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന ഈ ഊർജം, ആ ഊർജം നമുക്ക് താഴെക്കടയിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. നമുക്ക് പുതുതായി നിലനിൽക്കുന്ന CPM-ൽ ഉൾപ്പെടെ നിൽക്കുന്ന ആൾക്കാർ അസ്വസ്ഥരായിട്ട് നിൽക്കുന്നവരുണ്ട്, സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെ നമുക്ക് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യത്തക്ക രീതിയിൽ അവരെ നമുക്ക് വിളിച്ചുകൂട്ടി അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാദേശികമായി സമരങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സമരങ്ങൾ സംഘടിപ്പിച്ച് അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ അവരോട് അഡ്രസ് ചെയ്ത് നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബേസ്, നമ്മുടെ അടിത്തറ നമുക്ക് വിപുലമാക്കാൻ കഴിയുക. ഇന്ന് എന്തിനാ ഈ പാർട്ടിയിലേക്ക് വരുന്നത്? ഒരാളോട് കാണിക്കുന്നു. സത്യമല്ലേ? എന്തിനാ ഈ പാർട്ടിയിലേക്ക് വരുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. യുവജനങ്ങൾ എന്തിനു ഈ പാർട്ടിയിലേക്ക് വരുന്നു? ഞാൻ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, അത് ലാനലൊക്കെ ഇവിടെ, ലാനലൊക്കെ പറ്റുമെങ്കിൽ അടുത്ത സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇത് പറയാം. എന്തിനാണ് യുവജനങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരേണ്ടത്? നിങ്ങൾ ഇന്ന് പുതിയ സമൂഹത്തിന്റെ രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടോ? പുതിയ തലമുറ പറയുന്നുണ്ടോ? ഇല്ല.
നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുണ്ട് എനിക്കറിയാം, പക്ഷെ നമുക്ക് വിയോജിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ശബരിമലയിലെ സമരത്തിന് ഞാൻ ഏറ്റവും എതിര് നിന്നിട്ടുള്ള ഒരാളാണ്. കാരണം ശബരിമലയിലെ സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലേഖനങ്ങൾ ഉൾപ്പെടെ എഴുതിക്കൊണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണമെന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. അതിനെതിരെ അഭിപ്രായമുണ്ട്, ഒരു സംശയമില്ല, നമുക്കെതിരെ അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ആ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം നടത്തിയ സമയത്ത് CPM ഇപ്പുറത്തു നിന്ന് നടത്തിയ മറ്റൊരു സമരമുണ്ട്. എന്തായിരുന്നറിയോ? അല്ലേ, ആർത്തവം എന്നായിരുന്നു ആ സമരത്തില്. ഞാൻ അവരുടെ നമ്മളുടെ പ്രവർത്തന രീതിയെ വിശദീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. വിഷയത്തിന്റെ മെറിറ്റ് നിങ്ങൾ മാറ്റിക്കോളൂ. പ്രവർത്തന രീതി എങ്ങനെയാണ് ഒരു ആർഗ്യുമെന്റും കൗണ്ടർ ആർഗ്യുമെന്റും ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പുറത്ത് നിന്ന് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ ഒരു 40 വയസ്സുകൾക്ക് മേലെയുള്ള സവർണ ഹിന്ദുത്വ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു. ഒരു സംശയം വേണ്ടതായിരുന്നു. ചെറുപ്പക്കാരൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. അതേസമയം ഇപ്പുറത്തിന് ആർത്തവം എന്നൊരു പരിപാടി നടത്തി. നമ്മളെല്ലാവരും ഇത് വിമർശിച്ചു. നവോത്ഥാന മതിൽ അവിടെ നിൽക്കട്ടെ, നവോത്ഥാന മതില് വേറെ ഒരു അജണ്ടയായിരുന്നു. ഇപ്പുറത്ത് ആർത്തവം നടത്തിയപ്പോൾ നമ്മളെല്ലാവരും വിമർശിച്ചു. അതിന്റെ കവാടത്തെ ഉൾപ്പെടെ നമ്മൾ വിമർശിച്ചു, ഇല്ലേ? പക്ഷെ അവര് ചെയ്തത് എന്താണെന്നറിയാമോ? 18 വയസ്സ് മുതൽ 28 വയസ്സ് 30 വയസ്സ് വരെയുള്ള ആർത്തവം അശുദ്ധമാണെന്ന് പറഞ്ഞാൽ തലയും ചെകിട്ടത്ത് നോക്കി അടിക്കുന്ന സ്ത്രീ വിഭാഗങ്ങളെ മുഴുവൻ അവർ ആ അജണ്ടയുടെ പേരിൽ ഒരുമിപ്പിച്ചെടുത്തു. സത്യമല്ലേ? ഇല്ലേ? എന്റെ മോള് 13 വയസ്സുള്ള മോളുണ്ട്. എന്റെ മോളോട് ഇരുന്നിട്ട് ആർത്തവം അശുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞാൽ അവൾ എന്റെ മടൽ വെട്ടിയടിക്കും. ഒരു സംശയം വേണ്ട. പുതിയ തലമുറയുടെ ചിന്ത ഏതാണ്? ആ പുതിയ തലമുറയുടെ ചിന്ത അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് അവർ ബിൽഡ് ചെയ്തു. ആ കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആർത്തവം അശുദ്ധമല്ല, അത് നിങ്ങളുടെ വ്യക്തിത്വമാണ് എന്ന് പറയുന്ന കൗണ്ടർ ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്തപ്പോ ചെറുപ്പക്കാർ മുഴുവൻ പോയത് അങ്ങോട്ടേക്കാ. നമ്മുടെ UDFന്റെ പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്ന ചടങ്ങ് വാർത്ത TV-യിൽ വരുമ്പോൾ ഞാനും ഭാര്യയും കൂടി ഒരുമിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗം ഹൈലൈറ്റ് വരികയാണ്, ആചാര ലംഘനം നടക്കുന്നവർക്ക് 2 വർഷം തടവ്. അപ്പൊ തന്നെ എന്റെ ഭാര്യ പറഞ്ഞു, ഇപ്രാവശ്യം നിങ്ങൾക്ക് എന്റെ വോട്ടില്ല, നിങ്ങൾ നിന്നാൽ പോലും വോട്ടില്ല, ഞാൻ ഇപ്രാവശ്യം ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ടായ ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ആ സമൂഹത്തിൽ ഉയർന്നു വരുന്ന കൗണ്ടർ ആർഗ്യുമെന്റിനെ നമ്മളുടെ ഒപ്പം നിർത്താൻ കഴിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അത് കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്ന കൗണ്ടർ ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സംഘടനാ ശക്തി ആ പാർട്ടിക്കുള്ളത് കൊണ്ടാണ് ഇന്നും ഇത്രമാത്രം വലിയ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിൽക്കുമ്പോഴും ഇത്രമാത്രം ജനവികാരം എതിരാണെന്ന് പറയുമ്പോഴും അവർക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്. ആ ആത്മവിശ്വാസം ഉണ്ടാവുന്ന അവിടെ നിന്നാ. ആ ആത്മവിശ്വാസത്തെ തകർക്കണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ സംഘടനാ ശക്തി നമ്മൾ ഉണ്ടാക്കണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് ഉൾപ്പെടെ ആ സംഘടനാ ശക്തി നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കർഷക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾ അവർക്ക് ബഹുജന പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ആ ബഹുജന പ്രക്ഷോഭങ്ങളിലൂടെ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൽ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് കഴിയണം. ഭരണവിരുദ്ധ വികാര വോട്ട് ആം ആദ്മി പാർട്ടിയിലേക്കും BJP-യിലേക്കും പോകാതെ കോൺഗ്രസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനം നടത്താതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിയില്ല. കാരണം ആം ആദ്മി പാർട്ടി അവരിപ്പിറങ്ങും, അവർക്ക് എളുപ്പമുണ്ട്. 10 തൊപ്പിയും വെച്ച് ഒരു ചൂലും പിടിച്ചുകൊണ്ട് ജംഗ്ഷനിൽ പോയി നിന്നാൽ മാധ്യമ ശ്രദ്ധ കിട്ടും, ഇല്ലേ? ആ മാധ്യമ ശ്രദ്ധ കിട്ടാൻ അവർക്കറിയാം. അവരവിടെയും ഇവിടെയും ചെന്ന് ആളുകളെ കൂട്ടി നടത്തുന്ന പല സ്ഥലങ്ങളിലും നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും നമ്മുടെ ഊർജം മുഴുവൻ കളയുന്നത് പരസ്പരം വെട്ടിമരിക്കാനാണ്, ഇല്ലേ? പ്രാവശ്യം നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമാണല്ലോ. പ്രാവശ്യം ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോവാം. മണ്ഡലം ബസ്സിനെ മാറ്റണം, അല്ലെങ്കിൽ മണ്ഡലം ബസ് പുതിയ പറയുന്ന ആളെ വെക്കാതിരിക്കാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്ന് KPC പ്രസിഡന്റിനെ കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ 5000 രൂപയുടെ ഡീസൽ അടിച്ചു. പിന്നെ നമ്മൾ 5 പേര് ഉണ്ടായിരുന്നു. 5 പേര് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചു, രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 8000-8500 രൂപ ചെലവുണ്ട്. ഞാൻ ചോദിച്ചു, നമുക്കവിടെ 2 ദിവസം CPM-നെതിരെ പബ്ലിക് മീറ്റിംഗ് വിളിച്ച് നടത്താനുള്ള പൈസ ആയിട്ടുണ്ടായിരുന്നു.
നമ്മൾ പരസ്പരം വെട്ടിക്കൊണ്ട് നമ്മുടെ ഊർജവും പണവും മുഴുവൻ ചെലവാക്കുന്നത് CPM-നെതിരെ പോരാടേണ്ട അല്ലെങ്കിൽ BJP-ക്കെതിരെ പോരാടേണ്ട ഊർജമാണ്. നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെ ജയിക്കും? നമുക്ക് ആൾക്കാരെ താക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ അവിടെ പോയിട്ട് മാജുഷ്ണനെ എനിക്ക് അടിക്കണം എന്നുണ്ട്. ഞാൻ മാജുഷ്ണനെ അടിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഈ ഇരിക്കുന്ന എല്ലാവരും അടിച്ചടിച്ച് അങ്ങോട്ടേക്ക് പോകാന്ന് വെച്ചാൽ അവിടെ എത്തുവോ അവിടെ? മാജുഷ് അവിടെ സുഖമായിട്ടിരിക്കും. ഞാൻ നിങ്ങളെയൊക്കെ അടിച്ചടിച്ച് ഇവിടെ തന്നെ തീർന്നു ഇല്ലേ? സംഭവിക്കുന്നത് പിണറായി വിജയൻ അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പരസ്പരം ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളല്ല, മേളിൽ മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ ആൾക്കാരും പഠിച്ചിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയം ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 10-30 വർഷമായിട്ട് പരസ്പരം വെട്ടാനാണ്. പരസ്പരം വെട്ടി ഈ അവസ്ഥയിലെത്തി. 21-ലെത്തി. അപ്പോഴും നമ്മൾ തീർന്നിട്ടില്ല. നമ്മൾ ഇനിയും വെട്ടുക. നമ്മുടെ വെട്ടൽ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ വെട്ടൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കാൻ കഴിയണം. സംയുക്ത പത്രസമ്മേളനം മാറ്റിവെച്ചൊരു കാരണം ഉണ്ടായിരുന്നു. അത് AICCയുടെ സെക്രട്ടറി ശ്രീ മോഹനന് വാഹന അപകടം ഉണ്ടായതുകൊണ്ടാണ് മാറ്റിവെച്ചത്. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് കടന്നു വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കാര്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമ്മുടെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ജയിച്ചു വരേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ത്യ ജയിച്ചു വരണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കാണ്. കേരളം ജയിക്കണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം VD സതീശനും K സുധാകരനുമാണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. ഇവർ ജയിച്ചില്ലെങ്കിൽ നമുക്ക് ഇവരെ ചീത്ത പറയാനായിട്ടുള്ള അധികാരമൊക്കെ ഉണ്ട്. ആ അധികാരം നമുക്ക് കിട്ടുന്ന എപ്പോഴാണല്ലോ? നമ്മുടെ സ്വന്തം വാർഡ് ജയിക്കണം. നമ്മുടെ സ്വന്തം വാർഡ് ജയിക്കാൻ രാഹുൽ ഗാന്ധിയും K സുധാകരന്റെയും VD സതീശന്റെയും ഒന്നും ആവശ്യമില്ല. നമ്മൾ മാത്രം മതി. നമ്മുടെ വാർഡ് മത്സരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി ആ വാർഡ് വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശം നമുക്ക് ലഭിക്കും. അതില്ലാതെ പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു തരം എന്താ പറയാ ഒരു ആത്മാർത്ഥതയില്ലായ്മ ആണ് എന്ന് പറയുന്നത്. നമുക്ക് ആത്മാർത്ഥത ഇല്ലായ്മ നമ്മുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വന്നിട്ടുള്ളതാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര നടത്തി ഇല്ലേ? കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4082 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തു. മഞ്ഞയിലൂടെ, മഴയിലൂടെ, എല്ലാം അദ്ദേഹം നടന്നു. വെയിലിലൂടെ, കനത്ത വെയിലിലൂടെ എല്ലാം അദ്ദേഹം നടന്ന് യാത്ര നടത്തി. അദ്ദേഹം നമ്മളോട് എന്താ പറഞ്ഞത്? 4082 കിലോമീറ്റർ ഈ ഭ്രാന്തൻ നടക്കുന്നുണ്ട്. ഈ രാജ്യത്തെ വിദ്വേഷവും വെറുപ്പും ഇല്ലാതെയാക്കാൻ വേണ്ടി ഈ ഭ്രാന്തൻ നടക്കുന്നുണ്ട്. താടിയും മുടിയും നീട്ടി വളർത്തിയെന്ന് നിങ്ങളുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ബൂത്തിൽ പോയെന്ന് പറയണം എന്ന് പറഞ്ഞു. പാർട്ടി പറഞ്ഞു അല്ലേ? നിങ്ങൾ 1.5 കിലോമീറ്റർ ചുറ്റളവുള്ള ബൂത്തിൽ ഇങ്ങനെ നാൾ നടക്കുന്നുണ്ട്. വിദ്വേഷത്തിനും വർഗീയതയ്ക്കും എതിരായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചോണ്ട്. ഞാൻ ആ യാത്രയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. കേരളത്തിലെങ്കിലും മുന്നിൽ നടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഓടി വരും ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി. അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ ഞാൻ നോക്കാറുള്ള അദ്ദേഹത്തെ കയ്യിലേക്കാണ്. ഒരു കടാരയോ എന്തെങ്കിലും അയാളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം പുറകിൽ നടക്കുന്ന ജീവൻ അത്രമാത്രം വലിയ വിലപ്പെട്ട ജീവനായിരുന്നു. അങ്ങനെ ആ ജീവനെ പോലും വിലവെക്കാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ ഭീഷണിയുള്ള പുൽവാമയിൽ കൂടി പോലും നടന്ന് സെക്യൂരിറ്റി ഏജൻസികൾ വാഹനത്തിലല്ലാതെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവഗണിച്ചുകൊണ്ട് അതിലൂടെ നടന്ന് അദ്ദേഹം പോയത് എന്തിനായിരുന്നു? ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ഈ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം 1.5 കിലോമീറ്റർ ചുറ്റളവുള്ള ബൂത്തിൽ കയറി ഞാൻ നടക്കുന്നു എന്ന് പറയാൻ പറഞ്ഞിട്ട് അത് പറയാൻ മനസ്സ് കാണിക്കാത്തവരാണ് നമ്മൾ. സത്യമല്ലേ? നമ്മൾ ആലോചിക്കണ്ടേ? നമ്മുടെ ബൂത്തിൽ കയറി നമ്മളത് പറഞ്ഞില്ല. നമ്മൾക്ക് കേരളത്തിലെയും കേന്ദ്രത്തിലെയും നേതാക്കന്മാരെ പഴി പറഞ്ഞു. കേരളത്തിലെയും കേന്ദ്രത്തിലെയും നേതാക്കന്മാരെ പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് പറ്റുമോ? പറ്റില്ല. നമുക്ക് ധാർമ്മികമായ അവകാശമില്ല. ആ ധാർമ്മികമായ അവകാശം വേണമെങ്കിൽ നാം പ്രവർത്തനം ഏറ്റെടുക്കണം. തെരഞ്ഞെടുപ്പുകൾ ജയിപ്പിക്കാൻ നമ്മുടെ ബൂത്തും നമ്മുടെ വാർഡും നമ്മൾ ജയിച്ചേ അടങ്ങൂ. അത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഈ സംഘടന എന്ന് പറയുന്ന എന്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യം എനിക്ക് വേണം. ഈ കർഷക സമൂഹം അനുഭവിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് പോകാൻ
നമുക്ക് കഴിയണം. കർഷക കോൺഗ്രസ് നടത്തുന്ന വലിയ മാർച്ച്, ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന വലിയ മാർച്ച്, അത് നടത്തേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. പക്ഷെ സംസ്ഥാന കമ്മിറ്റി നടത്തണമെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. മണ്ഡലം കമ്മിറ്റിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥിരം നാടകവേദിക്കാരല്ലാതെ കർഷകരെ അണിനിരത്താൻ കഴിയണം. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയണം. അവരുടെ പ്രശ്നങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയണം. നിയമവകാശം, വിവരാവകാശ നിയമം ഉൾപ്പെടെ, അസംബ്ലിയിലെ നമ്മുടെ സാധ്യതകൾ ഉൾപ്പെടെ ഇവരനുഭവിക്കുന്നതിന് മുഴുവൻ രേഖകൾ നമുക്ക് എടുക്കണം. അതിന് ലഘുലേഖകൾ അടിക്കണം. ലഘുലേഖകൾ അടിച്ച് നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയണം. സംസ്ഥാന കമ്മിറ്റിക്ക് ഈ ലഘുലേഖകൾ അടിക്കാനേ പറ്റുള്ളൂ. അത് കൊടുക്കണമെങ്കിൽ നമ്മുടെ സംഘടന സംസ്ഥാനത്തുണ്ടാവും. ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പൊ ഞാൻ സംഘടനാ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കർഷക സംഘടനയിൽ മാത്രം ഒതുങ്ങാതെ പാർട്ടിയുടെ ഉൾപ്പെടെ പറഞ്ഞതിന്റെ കാര്യം വെച്ചാല് നമ്മൾ ഈ പാർട്ടിയുടെ തണലിൽ, ഈ പാർട്ടിയോട് ചേർന്ന് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. നമ്മളെല്ലാവരും ഈ പാർട്ടിയുടെ ഫ്രെയിംവർക്കിനകത്താണ് എന്നുള്ളത് കൊണ്ടാണ് കർഷക കോൺഗ്രസിനെ പ്രത്യേകമായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അത് കാണാൻ കഴിയുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. UDF നേതാക്കന്മാരുൾപ്പെടെ UDF സർക്കാർ ഉണ്ടായാൽ UDF സർക്കാരിനെ ഉൾപ്പെടെ കർഷക നയങ്ങളുടെ പേരിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ശക്തിയായിട്ട് കർഷക കോൺഗ്രസ് മാറണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ശക്തി അവിടെയാണ്. നമ്മുടെ ശക്തി പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ വരുമ്പോൾ ആന്തരികമായി തന്നെ, ആഭ്യന്തരമായി തന്നെ അതിനെതിരെ പ്രതിഷേധവും അതിനെതിരെ എതിർപ്പും ഉയർത്തുന്നതിലാണ്. ഇന്നത്തെ നേതൃത്വം, ഞാൻ മഞ്ജുഷിനെ ഉൾപ്പെടുത്തിയല്ല ഞാൻ പറയുന്നു, പക്ഷെ ഇന്നത്തെ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ നേതൃത്വത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത രീതിയിലേക്ക് ശക്തി ചോർന്നു പോയവരായി മാറിയിരിക്കുന്നു. ആ ശക്തി ലഭിക്കേണ്ടത് ഏതെങ്കിലും നേതാവിനോട് ചേർന്ന് നിന്നാൽ കിട്ടില്ല. പകരം പ്രവർത്തകരോടും സാധാരണ ജനങ്ങളോടും ചേർന്ന് നിന്നാൽ മാത്രമേ ആ ശക്തി ലഭിക്കുകയുള്ളൂ. ആ ശക്തി ലഭിച്ചാൽ നിങ്ങൾക്ക് സംഘടനയ്ക്കകത്തും സംഘടനയ്ക്ക് പുറത്തും ചോദ്യം ചെയ്യാനുള്ള ആർജവമുള്ള നേതാക്കന്മാരെ ഉയർന്നു വരും. അങ്ങനെ ആർജവമുള്ള നേതാക്കന്മാർ ഉണ്ടാവട്ടെ. കൽപ്പകവാടിക്ക് ശേഷം കേരളത്തിൽ നിന്ന് കർഷക നേതാക്കന്മാർ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സിനെ ഉണ്ടാക്കാൻ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.